താരസംഘടനയായ അമ്മയുടെ ട്രഷറർ ഉണ്ണി ശിവപാലിനെതിരെ മാനസിക പീഡനത്തിന് പരാതി. പ്രതികാര നടപടിയായി പിരിച്ചുവിട്ടുവെന്നാണ് ആരോപണം. ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരി അതുല്യാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. നോർത്ത് പോലീസിന് കൈമാറിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. അവധി ദിവസങ്ങളിൽ പോലും വിളിച്ചു വരുത്തിയ അടിമയെപ്പോലെ പണിയെടുപ്പിച്ചിരുന്നുവെന്ന് അതുല്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്റർവ്യൂ ചെയ്തത് മുതൽ കുക്കു പരമേശ്വരനായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം അതിൻ്റെ അടുത്ത ദിവസം മുതൽ ട്രഷറർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ അൺപ്രൊഫഷണലി ആയിട്ടാണ് കുക്കു ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം എന്നെ എടുത്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് അന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വഴക്ക് പറയുക, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇതുപോലെ വഴക്ക് പറഞ്ഞ് ഞാൻ സങ്കടപ്പെടുന്ന രീതിയിൽ വരെ എത്തിക്കഴിയുമ്പോഴത്തേന് എനിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പോലും എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നതായിട്ട് മീറ്റിങ്ങിലൊക്കെ അങ്ങനെ അവതരിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ട് പ്രസിഡൻറ്റ് പറഞ്ഞ പ്രകാരം ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കി സെക്രട്ടറി, ഞാൻ, പ്രസിഡൻറ്റ്, ട്രഷറർ ഉള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും കമ്മ്യൂണിക്കേഷൻ അതുവഴി മാത്രമാക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്തു. 9 മണി തൊട്ട് 5 മണി വരെ എന്നാണ് എൻ്റെ ഡ്യൂട്ടി ടൈം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 9 മണി തൊട്ട് 5 മണി വരെ ഞാൻ ജോലി ചെയ്ത ഒരു ദിവസം പോലും ഇല്ലെന്നുള്ളത് എൻ്റെ അറ്റൻഡൻസ് നോക്കിയാൽ മനസ്സിലാവും. ഇയാൾ തന്നെ എന്നെ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളി ഹാപ്പി അല്ലെങ്കിൽ ഞാൻ ജനറൽ സെക്രട്ടറിയോട് തന്നെ പറഞ്ഞു വിടുന്നു. ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നൊരു ഭീഷണിയാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, അതുല്യ ഉന്നയിക്കുന്ന ആരോപണം പ്രധാനമായും ഉണ്ണി ശിവപാലിനെതിരെയാണ്. അവധി ദിവസങ്ങളിൽ ക്രൂരമായി പണിയെടുപ്പിച്ചു, അതായത് ഒരു അടിമയെ പോലെയാണ് അവിടെ ജോലിയെടുക്കേണ്ടി വന്നതെന്നാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്? ടോം, ഈ ഉണ്ണി ശിവപാലിൽ നിന്നും തനിക്ക് വലിയ മാനസികമായിട്ടുള്ള പീഡനമാണ് ഉണ്ടായത്. പ്രധാനമായും ഈ ഡ്യൂട്ടി ടൈമിലടക്കം 9 മണി മുതൽ 5 മണി വരെയാണ് ജോലി സമയം. പക്ഷെ അത് കഴിഞ്ഞും തന്നെ ജോലി എടുപ്പിക്കുന്നുണ്ട്. രാത്രി 11, 12 മണിക്കൊക്കെ തന്നെ വിളിച്ച് ഈ ഓരോ ജോലി കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദമുണ്ടായി. തന്നെ കൊണ്ട് ടോയ്ലറ്റ് കഴിയിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ചായ ഇട്ട് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ഒരു അവിടെ ക്ലീനിങ് സ്റ്റാഫ് ചെയ്യേണ്ട ജോലി ഉൾപ്പെടെ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പലതവണ തനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് നേരിട്ട് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ വഴി പറഞ്ഞു. പക്ഷെ കുക്കു പരമേശ്വരൻ പറയുന്നത് ഉണ്ണി ശിവപാലിനെ അനുസരിക്കാതെ, അല്ലെങ്കിൽ ഉണ്ണി ശിവപാലിനെ അനുസരിച്ച് ഇവിടെ നിന്നാൽ മാത്രമേ നിൽക്കാൻ കഴിയൂ, അല്ല എന്നുണ്ടെങ്കിൽ ജോലി പോകുമെന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അമ്മ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനോട് ഇക്കാര്യങ്ങൾ അറിയിക്കരുത്, അറിയിച്ചാൽ തന്റെ ജോലി പോകുമെന്ന് കൂടി ഈ ഉണ്ണി ശിവപാലും കുക്കു പരമേശ്വരൻ കൂടി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇന്ന് നോർത്ത് സ്റ്റേഷനിലെത്തി പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില തെളിവുകളും ഈ വാട്സപ്പ് ചാറ്റുകൾ, ഭീഷണി സന്ദേശങ്ങൾ ഇത് ഉൾപ്പെടെയുള്ളവ നൽകിയിട്ടുണ്ടെന്നാണ് അതുല്യ അതിനുശേഷം പോലീസിനെ കണ്ടതിന് ശേഷം മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. സെപ്റ്റംബർ മാസത്തിലായിരുന്നു അതുല്യ അവിടെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയായി ജോലി ആരംഭിച്ചത്. 3 മാസം കഴിഞ്ഞ് പ്രൊബേഷൻ കഴിഞ്ഞ് തന്നെ പെർമനന്റ് ആക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ ഒരു പ്രശ്നം ഉയർന്നതോടുകൂടി, അതായത് ഉണ്ണി ശിവപാലിൽ നിന്നും വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായതോടു കൂടിയാണ് താൻ പരാതി നൽകിയത്. കമ്മിറ്റിയിൽ പരാതി നൽകി. ആ പരാതി വന്നതിന് ശേഷമാണ് തന്നെ യാതൊരുവിധ കാരണവും കൂടാതെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നാണ് ഈ അതുല്യ വ്യക്തമാക്കുന്നത്. കേട്ടോ, ഈ ഉണ്ണിക്കെതിരെ മാത്രമാണോ നവമി പരാതിയുള്ളത്, അതോ കൂടുതൽ പേർക്കെതിരെ ഉണ്ടോ? ഇപ്പോൾ ഇത് അമ്മ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ അതുല്യ പരാതി നൽകിയിരുന്നില്ലേ? ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിരുന്നില്ലേ? അമ്മ സംഘടനയിലെ ട്രഷറർ ആയിട്ടുള്ള ഉണ്ണി ശിവപാലിനും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനെതിരെയുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ, സംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല എന്നാണ് അതുല്യ പറയുന്നത്. ഇതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുവാനായി തീരുമാനിച്ചത്. താൻ പോലീസ് പരാതിപ്പെടുമെന്ന് അറിഞ്ഞതോടുകൂടി പിന്നീട് ശ്വേതാ മേനോൻ തന്നെ വിളിക്കുകയും ശ്വേതാ മേനോൻ ഇക്കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലായിരുന്നു, തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടിയിരുന്നില്ലേ എന്ന കാര്യം ചോദിച്ചു എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. നാളെ എന്തായാലും യോഗം ചേരുകയാണ്. അമ്മ ജനറൽ ബോഡി യോഗം അമ്മ ഒരു അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ്
അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം, അതായത് ഈ വിവാദമായതിനു ശേഷം, പരാതി നൽകിയതിനു ശേഷം കുക്കു പരമേശ്വരുമായി ബന്ധപ്പെടുമ്പോൾ അവരിൽ നിന്ന് നൽകുന്ന വിശദീകരണം ഈ അതുല്യ എന്ന് പറയുന്ന സ്റ്റാഫിന്റെ അവർ ചെയ്യുന്ന ജോലി അത് കൃത്യമായി ചെയ്യുന്നില്ല, അവരുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്, അല്ലാതെ ഇത്തരത്തിൽ ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്നുകൂടിയാണ് കുക്കു പരമേശ്വരന്റെ ഭാഗത്ത് നിന്നും വരുന്ന മറുപടി. തീർച്ചയായും എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ഒരു കേസെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ നവമി? ഇന്നലെയാണ് പരാതി നൽകിയത്. ഇന്ന് രാവിലെ എന്തായാലും അതുല്യയുടെ മൊഴി രേഖപ്പെടുത്തി. അതുല്യയുടെ പക്കലുള്ള തെളിവുകളും പോലീസിന് മുന്നിൽ കാണിച്ചു എന്നാണ് അതുല്യ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ, പോലീസുമായി സംസാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ് എന്തൊക്കെ വിവരങ്ങൾ തേടിയെന്നത് കൂടുതൽ വെളിപ്പെടുത്തുവാൻ അതുല്യ തയ്യാറായില്ല. പക്ഷേ പോലീസ് തന്റെ പക്കലുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതിൽ ഉണ്ണി ശിവപാലിനെതിരായിട്ടുള്ള തെളിവുകൾ, കമ്മിറ്റിയിൽ നൽകിയ പരാതിയുടെ പകർപ്പ്, ഇതെല്ലാം തന്നെ തന്റെ പക്കലുണ്ട് എന്നുകൂടിയാണ് അതുല്യ കൂട്ടിച്ചേർക്കുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.